വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടാലോ. ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം. അതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും അതുപോലെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ബ്രെഡ് നന്നായി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാം. ബ്രെഡ് പൊടിച്ചെടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നന്നായി പഴുത്ത 2-3 ചെറുപഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏത് പഴം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാനും പാടില്ല, അതുപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. നെയ്യ് തൂത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഓരോ സ്പൂൺ വീതം പാനിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം. ഒരു സൈഡ് ആവുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ കുഞ്ഞനപ്പം അവിടെ തയ്യാറായിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മധുരം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയാൻ മറക്കല്ലേ.